ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുടിയിൽ വന്നിട്ട് ഉള്ള പിറ്റേ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അരി കുത്താൻ പോവുകയാണെന്നൊക്കെ. അപ്പൊ ചിലരൊക്കെ ചോദിച്ചു അരി കുത്തിയേ എന്താ അത് സാധനം എന്നൊക്കെ. അപ്പൊ രാവിലെ ഇന്നലെ നമ്മൾ വന്നപ്പോ ഇവിടുന്ന് ചക്ക കഴിച്ചിട്ടുണ്ടായില്ലേ? അപ്പൊ അതൊക്കെ കഴിച്ച് അതിന്റെ കുരു ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ എടുത്തേക്കാൻ പറഞ്ഞതിന് കേട്ടമ്മ. ഇവിടുത്തെ ഫ്രിഡ്ജിന്റെ അവസ്ഥ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ചക്കക്കുരു ഒക്കെ ഇങ്ങനെ റീസ്റ്റോക്ക് ചെയ്ത് വെക്കലാണ് കേട്ടോ. അപ്പൊ ചില ദിവസങ്ങളിൽ കൂട്ടാനൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലും മിക്കവാറും ദിവസങ്ങളിലും ഒന്നരാടം ദിവസങ്ങളിലൊക്കെ ചക്കക്കുരു ഉപ്പേരിയായിട്ടും ചക്കക്കുരു മാങ്ങാ കറിയായിട്ടും മുരിങ്ങയും ഇട്ടിട്ടും അങ്ങനെ പല രീതിയിലും വല്ലപ്പോഴൊക്കെ വെക്കാൻ വിചാരിച്ചിട്ട് കിട്ടുന്ന ചക്കക്കുരുവിന്റെ ഒന്ന് പോലും വേസ്റ്റ് ആക്കി കളയില്ല. എല്ലാതും ഇവിടെ കെട്ടിപ്പൊറുക്കി പാത്രത്തിലാണ് കേട്ടോ, ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നതൊക്കെ ഇതേപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഇവിടെ ഉമ്മാക്കും ഉമ്മമാക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ചക്കക്കുരു ചക്കയും നാടൻ വിഭവങ്ങൾ. നിങ്ങൾക്ക് അറിയാലോ കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ചക്കയും സ്റ്റോക്ക് ഉണ്ട് പല വലിപ്പത്തിലും പല രീതിയിലുള്ളതും പല ഇതൊക്കെ നമുക്ക് ഇവിടെ ചക്കയൊന്നുമില്ല, പക്ഷെ എവിടെയെങ്കിലൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ എടുത്തു വെക്കുന്നതാണ്. അങ്ങനെ എല്ലാ ഫ്രിഡ്ജിലും കുറെ പച്ചക്കറികളും അതും ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് പകരം ഇവിടെ അധികം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉള്ളത് എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പേ ഇന്നിപ്പോ അരി കുത്താൻ പോണ ദിവസമാണ്. ഇന്നലെ ഇവിടെ നല്ല മഴയൊക്കെ പെയ്തു, രാത്രി കറണ്ടൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് മുഴുവൻ പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പൊ ആ പാത്രങ്ങളൊക്കെ നമ്മ കഴുകാനുള്ളതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് പിന്നെ രാവിലെ നേരത്തെ പോകേണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് ചായക്ക് കടിയൊന്നും ഉണ്ടാക്കണില്ല. അവലും ചായ കുടിച്ചിട്ടാണ് കേട്ടോ പോണത്. പിന്നെ മക്കളൊക്കെ ഒരു തല വിളിച്ചുണർത്തി ഓലൊക്കെ മേലേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മാറ്റാനുള്ള പത്രപ്പാടിലാണ് കേട്ടോ. നീയക്കുട്ടിയൊക്കെ ഇപ്പൊ വലിയ പുള്ളിയായിട്ടോ. ഒറ്റയ്ക്ക് തന്നെ ഐലനിയർ ഒക്കെ എഴുതൽ തുടങ്ങിയിരിക്കണേ. ഞാൻ ഇട്ടെടുക്കുമ്പോ ഓക്ക് കണ്ണി ചിമ്മി നിക്കാൻ പറയും ഞാന്. അപ്പൊ ഓക്ക് അത് കണ്ണി ചിമ്മണ ഇഷ്ടമല്ല. അങ്ങനെ ആയി ഇപ്പൊ ഓള് സ്വന്തമൊക്കെ എഴുതി പഠിക്കാൻ തുടങ്ങി. കണ്ണിങ്ങനെ ആട്ടണം നോക്ക്. മതി അങ്ങോട്ട് കണ്ടോ, ബോറാക്കിയില്ലേ? അതിലാ പോയി തോത്തണേ, ഇവിടെ തോത്തണേ. അവിടെ കാക്കണ്ട, വെള്ളം തുടച്ചെടുക്ക്. ഈ ഒരു ഇവിടെ നിട്ട് ഇവിടം വരെ മതി, ആ കുനിപ്പ് കിടൂല കേട്ടോ. വലിയ പുള്ളിയായി, ഒറ്റക്ക് കൺമശി ഇടാനും പൗറ് കാട്ടാനൊക്കെ പഠിച്ചിക്കണേ. മറ്റേ കൺമശി ഇടാനൊന്നും കിട്ടാത്ത ആളാ. ഓ ഇപ്പൊ ഭയങ്കര പുളിച്ചേ അല്ലേ? മെഗമാരത്തോണ്ട് മയാസിന്റെ എന്താ ലിബാമാണ് തുറക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളൊക്കെ മാറ്റി ഒരുങ്ങി ഇതാ സാരിയൊക്കെയാണ് ഈ കവറിലുള്ളത് കേട്ടോ. ഞാനും ഇമ്മിയും ഒക്കെയാണ് ഇവിടുന്ന് പോണത്. എല്ലാരും ഉണ്ട്, മൂത്തമ്മിയും മരുവളും മകളും പിന്നെ അമ്മായിയും മക്കളും ഉണ്ട്. പിന്നെ എന്റെ നാത്തൂനുണ്ട്. അപ്പൊ നാത്തൂന് 90 കഴിഞ്ഞിട്ട് വന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ ഓളെ വീട്ടിലേനി കേട്ടോ. അപ്പൊ ഓളും ഞങ്ങൾ പോണ വൈക്കന്ന് ഓളും കൂടിയിട്ടുണ്ടേനി. അങ്ങനെ ഞങ്ങൾ എല്ലാരും പാടെ കൂടിയിട്ടാണ് ഇന്ന് പോണത് കേട്ടോ. ഇമ്മാന്റെ അനിയത്തിന്റെ മോളെ കല്യാണമാണ് കേട്ടോ. അപ്പൊ അനിയത്തിന്റെ വീട്ടിലേക്കാണ് പോണത്. അവിടെ അടുത്ത് ഉള്ള ഒരു വരി തന്നെയാണ് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾക്കൊക്കെ സാരി മാറ്റി ഇങ്ങനെ പോകുമ്പോ കുട്ടികളെ നോക്കാൻ ആൾക്കാർ വേണല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇമ്മാരൊക്കെ കൂടെ പോരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ മാമ പുട്ടും കടലക്കറിയും ചായയും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വന്നപാട് എല്ലാവരും അങ്ങോട്ട് ചായമ്മക്ക് വീണേ. രാവിലെ നേരത്തെ നീച്ച് പോകുന്നതുകൊണ്ട് കുട്ടികൾക്കൊന്നും വലിയ വിശപ്പൊന്നും ഉണ്ടായില്ല. ആ സമയത്ത് തിന്നാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ടാണ് എല്ലാരും ചായയൊക്കെ കുടിച്ചത് കേട്ടോ. അത് കഴിഞ്ഞു ഉച്ചക്കൊക്കെയുള്ള ലഞ്ചിന്റെ പരിപാടികളൊക്കെ നോക്കണേ കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴേക്കും മാമ ചിക്കൻ കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിലും നെയ്ച്ചോറും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കുള്ള ക്യാബേജ് ഉപ്പേരിയും പിന്നെ വെറുംചോറും അങ്ങനെ പല വകകളും ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വന്നോലെല്ലാരും പിന്നെ കൂടിയിട്ട് ബാക്കി പണികളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ ഇതിക്കൊന്നും എത്തിയിട്ടുണ്ടായില്ല കേട്ടോ. ഞാനിങ്ങനെ അതിലിതിലൊക്കെ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഞാനും അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. അരി കുത്താന്ന് പറയുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ കല്യാണ പണി ഉണ്ടല്ലോ, കല്യാണത്തിന്റെ കുറച്ച് ദിവസം മുമ്പ് അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണതാണ് കേട്ടോ. ഉമ്മാന്റെ ഫേസ് ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ ഞാട്ടി തല്ലു.
കണ്ടാൽ തന്നെ ആ പണ്ടത്തെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, ആ മുറത്തിൽ അരി ചേറുക, നെല്ല് കുത്തണ മരി മറ്റേ ഓരലും വിലക്കൊക്കെ വെച്ചിട്ടുള്ള സീനുകളില്ലേ. അല്ലാതെ ശരിക്കും ആരും ഇതൊന്നും കുത്തണമൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ ആ ഒരു സീന് വെച്ചിട്ട് അങ്ങനെ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാം, അതാണ് സംഗതി. അപ്പം അതിന്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നുള്ളത്. അപ്പൊ അതൊക്കെ ഞാൻ ഫുള്ളായിട്ടൊന്നും എല്ലായിടത്തും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം എല്ലാവർക്കും ഒന്നും ഫേസ് ഒന്നും കാണിക്കാനൊന്നും പറ്റൂല, ഫേസ് കാണിക്കാൻ ഇഷ്ടമല്ലാത്തോലും ഒക്കെ ഉണ്ട്. പിന്നെ അപ്പൊ ഞാൻ എൻ്റെ ഒരു വീഡിയോക്കും വേണ്ടി എല്ലാവരും ഒന്ന് പിടിച്ചെത്തിയാണ് അങ്ങനെ കാണിക്കാനും പറ്റൂലല്ലോ. അപ്പൊ ഞാൻ കുറച്ച് അവിടെ ഇവിടെയും ക്ലിപ്സുകളൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാനുണ്ടല്ലോ, എല്ലാരും കൂടുമ്പോ വർത്താനത്തിന്റെ അടിയിൽ കൂടെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ പച്ച മറക്കും. അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഓർമ്മയാകുമ്പോൾ ഫോൺ എടുക്കും, 1-2 ക്ലിപ്സ് എടുക്കും. അതാണ് അങ്ങനെ കൂട്ടി യോജിപ്പിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അതാ എല്ലാരും മാറ്റി ഇതാ ഒരു പഴയ പെരണ്ട് കേട്ടോ, ഓരോ കുടുംബക്കാരുടെ ആരോ ഒരു പഴയ പെരയാണ്, താമസമൊന്നും ഇല്ലാത്ത പഴയ വീടൊക്കെയാണ്. അങ്ങനെ ഉള്ള ഇതിനൊക്കെ സെലക്ട് ചെയ്യാട്ടോ. അങ്ങനെ അവിടെ നിന്ന് ബ്രൈഡിന്റെ കുറെ ഫോട്ടോസും പിന്നെ ഞങ്ങളെയൊക്കെ ഒപ്പം നിർത്തിയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും ഇപ്പൊ എനിക്ക് ഇതിൽ കാണിക്കാൻ പറ്റൂല. പിന്നെ ആ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങള് മാറ്റി ഒരുങ്ങി ഇറങ്ങിയപ്പോ സാരിയൊക്കെ എടുത്തപ്പോ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ കാണിച്ചിരുന്നതൊക്കെ. ഇന്നത്തെ വീഡിയോയില് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല തലങ്ങൾ വന്നു പോകുന്നത് കൊണ്ട് ഫുള്ള് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്ലറാഫിക്കേഷൻ കേട്ടോ. പിന്നെ അരിക്കുത്തിന്റെ വീഡിയോസ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്നലെയാണ് അരി കുത്തിയത്, അതിന്റെ വീഡിയോസ് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരുള്ളൂ. അങ്ങനെ ഞങ്ങള് വേഗം ഞങ്ങള് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോ ഞങ്ങളിതാ വേഗം പെരയിൽ വന്നിട്ട് സാരിയൊക്കെ മാറ്റി വേറെ ഡ്രസ്സ് ഇട്ട് ഞങ്ങളിതാ തിരിച്ച് റിട്ടേൺ പോവുകയാണ് കേട്ടോ. ഇനി 7-ാം തീയതിയാണ് കല്യാണം. കല്യാണത്തിന്റെ തലേന്ന് പിന്നെ ഞങ്ങള് തിരിച്ചു വരുള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ ഒരു രസല്ലേ. അപ്പൊ പിന്നെ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും യാത്രയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മമാർക്കും ഓൽക്കും ഇങ്ങനെയൊക്കെ നിൽക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഓലിയും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓലും സാരിയൊക്കെ മാറ്റിയിട്ട് എല്ലാരും പട്ട് സാരിയൊക്കെ എടുത്ത് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇമ്മാനഞ്ചത്തിക്കും ഫുൾ എല്ലാവർക്കും സാരി ചീറ്റണ പരിപാടി കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും സാരി ചീത്ത തന്നെ. ഞങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ, സാരി എടുക്കാൻ അറിയില്ലല്ലോ. അങ്ങനെ ഇന്നിപ്പോ ഉമ്മയും മാമയൊക്കെ കാട്ടണത് ഇവള് നല്ലോണം കണ്ട് വീക്ഷിച്ച് നിന്നിക്കണ്. എന്നിട്ട് പെരയിലെത്തിയിട്ട് ഇന്റെ ഷാൾ എടുത്തിട്ട് ഇതാണ് പരിപാടി, സാരി ചുറ്റാം. അങ്ങോട്ട് കുറച്ച് നീങ്ങി നിന്നിട്ട് വട്ടം പ്ലേറ്റ് അല്ല പ്ലേറ്റ് ഞങ്ങൾക്കൊരു 6-7 ആൾക്കാർക്ക് സാരി ചുറ്റിയിട്ടുണ്ടേനി. അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കി വീക്ഷിച്ച് നിന്ന് അയിന്ന് ഓൾക്ക് മനസ്സിൽ ഉൾക്കൊണ്ടത് വെച്ചിട്ട് ഓള് കാട്ടിക്കൂട്ടുന്നതാണ് കേട്ടോ ഈ വക ഓരോ പരാക്രമങ്ങള്. സംഗതി ഇതിന്റെ പ്ലേറ്റ് മാത്രമാണ് ഇപ്പൊ ആൾക്ക് ശരിയാവാത്തത്. പ്ലേറ്റ് ഒന്നുമില്ല, പ്ലേറ്റ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടേ കേട്ടോ എന്നോട്. അപ്പൊ അത് ആദ്യം ഒന്നും ആള് ശരിക്കെടുത്തു, പിന്നെ രണ്ടാമത് എടുക്കാൻ വന്നപ്പോഴത്തേന് അത് മറന്നു പോയിട്ടുണ്ടേനെ. അപ്പൊ അത് എങ്ങനെ എടുക്കാന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചു എത്തിയതാണ് കേട്ടോ. ഞാനാണെങ്കി ആകെ ഇങ്ങോട്ട് കൊയങ്ങി അവലുങ്ങഞ്ഞി ഇനി. പിന്നെ ഓളെ പ്ലേറ്റ് എടുക്കാൻ വേണ്ടി ഞാനത് ഇങ്ങനെ ഇടക്ക് നീച്ചു വന്നതാണ് കേട്ടോ. ഞാനവിടെ ഇങ്ങനെ കിടക്കേനി. അങ്ങനെ ഓള് സാരിയും ചുറ്റി പ്ലേറ്റും മാറ്റി കുറേ സമയം ആ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് അങ്ങനെ കാണിച്ചു നിന്നിട്ടുണ്ടേനി കേട്ടോ. എന്നിട്ട് പിന്നെ എന്റെ ഇടയ്ക്ക് എന്നോട് പറയാ, ഞാനേ കല്യാണത്തിന് ആ ഉടുപ്പ് അങ്ങോട്ട് മാറ്റിയിട്ട് സാരി ആക്കിയാലോ. അങ്ങനെയൊക്കെ പല ചർച്ചകളും മോള് അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്ന് പോയിട്ടൊക്കെ ഉണ്ടേനി കേട്ടോ. പിന്നെ ഞാൻ വന്നതിന്റെ ശേഷം കഞ്ഞിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ എങ്ങോട്ടേലൊക്കെ പോയി വന്ന് കുഴങ്ങിയ സമയത്തും അല്ലെങ്കിൽ ചിലപ്പോ ചില ദിവസങ്ങളിൽ ഉച്ചക്കൊക്കെ വല്ല കല്യാണത്തിനൊക്കെ പോയി ബിരിയാണിയൊക്കെ കഴിച്ച് ആ ഒരു ബിരിയാണി കഴിക്കുമ്പോൾ നമുക്കൊരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ എനിക്ക് എളുപ്പം വന്നിട്ട് ഉണ്ടാക്കാനുള്ള സുഖമുള്ള ഫുഡ് കഞ്ഞിയാണ് കേട്ടോ. ഞാൻ കഞ്ഞിയാണ് വെക്കും. പിന്നെ എനിക്ക് വല്ല അച്ചാറോ അല്ലെങ്കിൽ മീൻ പൊരിച്ചതോ മുട്ട പൊരിച്ചതോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചെറിയ കൂട്ടാനും ഉണ്ടാക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ എങ്ങനെയൊക്കെ പോയി വരുമ്പോൾ കാട്ടുക. അവിടുന്ന് ചോറൊക്കെ ഞങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയത് കുറേ ബാക്കിയൊക്കെ ഉണ്ടായിന് കേട്ടോ. പുട്ടും ചായയൊക്കെ തിന്നുകൊണ്ട് പിന്നെ ഉച്ചക്ക് കുട്ടികൾക്കൊന്നും അധികം ചോറൊന്നും വേണ്ടി വന്നിട്ടുണ്ടായില്ല. അപ്പൊ ചോറൊക്കെ കൊണ്ടുപോകാനൊക്കെ ഉണ്ടേനി, മാമ കൊണ്ടുപോകാനൊക്കെ പറഞ്ഞിട്ടുണ്ടേനി കേട്ടോ. പക്ഷെ എനിക്ക് എളുപ്പം ചോറൊക്കെ ബസ്സിൽ ഇങ്ങനെ ഏറ്റിക്കൊണ്ടിരുന്നേ. അതിലേറെ എനിക്ക് സുഖം തോന്നിയിട്ടുള്ളത് വന്നിട്ട് ഒരിത്തിരി കഞ്ഞിയൊക്കെ എന്തെങ്കിലും ഒരു ലഘു കൂട്ടാനോ. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളെ വീഡിയോ വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഉടനെ വരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.